റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി നോർത്ത് BJP-യിൽ ഭിന്നത രൂക്ഷം. എസ് രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. പഞ്ചായത്ത്, ഏരിയ, മണ്ഡലം തലങ്ങളിലെ പുനഃസംഘടനയിലും പ്രവർത്തകരും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ദേവികുളം മണ്ഡലത്തിൽ പ്രവർത്തകർ പാർട്ടി വിടുന്നു. BJP മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോമസ് രാജിവെച്ചു. അതൃപ്തി പങ്കുവെച്ചുള്ള പ്രവർത്തകരുടെ ശബ്ദരേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇന്ന് വരെ ഒരുത്തിനടുത്ത് പോയി തെണ്ടിത്തിരിഞ്ഞ് പാർട്ടിയുടെ പേരും പറഞ്ഞ് പിരിവെടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനൊരു കർഷകനാ. അപ്പൊ ആ രീതിയിൽ പാർട്ടിയെ വളക്കാൻ വേണ്ടി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഇന്ന് അണ്ടനും അടകോടനും ഒക്കെ വന്നിട്ട്, ഇന്ന് രാജേന്ദ്രൻ അവിടെ വന്നിട്ട് എന്താണ് ഞാൻ കാശ് മുടക്കിയിട്ട് തന്നെ കുറെ ആളങ്ങ് ഇറക്കിയത്. എന്റെ കൂടെ എത്ര പേരുണ്ടെന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഇനി എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, തീർച്ചയായിട്ടും സാധിക്കത്തില്ല. നിങ്ങളുടെ അജണ്ട, നിങ്ങളുടെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്ന ഈ അജണ്ടയൊന്നും ചുമന്നുകൊണ്ടുപോയി നടക്കേണ്ട ബാധ്യതയും എനിക്കില്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അപ്പോഴത്തെ പുതിയ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ആവുമെന്നും വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ മാഫിയകൾ കയറി ഭരിക്കും. എന്നെ പോലുള്ള ആൾക്കാരങ്ങ് മാറി നിൽക്കും. ഞങ്ങളുടെ അടുത്ത പരിപാടി ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു ശബ്ദരേഖ. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ് പറയുന്നത്. എന്തൊക്കെയോ ചില പദപ്രയോഗങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ചിലതൊക്കെ മ്യൂട്ട് ചെയ്താണ് നമ്മൾ കൊടുത്തത്. പാർട്ടി സ്വീകരിച്ചു കൊണ്ടുവന്ന എസ് രാജേന്ദ്രനെ കുറിച്ചാണ്. നമുക്കിപ്പം രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, BJP മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷന്റെ ശബ്ദരേഖയാണ് നമ്മൾ കേട്ടതെന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് അറിയുന്നത്. എന്താണ് രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് വരുമ്പോൾ ചില നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടാവുന്നതിന്റെ കാരണം രാഹുൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് എത്തിയതോടെ ഇടുക്കി നോർത്ത് BJP പുനഃസംഘടിപ്പിച്ചിരുന്നു. നിലവിലെ പ്രസിഡന്റിനെ മാറ്റുകയും ജില്ലാ കമ്മിറ്റി മൊത്തത്തിൽ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ ഏരിയ കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില നേതാക്കളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പാർട്ടികൾ പുനഃസംഘടിപ്പിക്കുന്നതെന്നും ആവശ്യമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ഇതൊക്കെ പുനഃസംഘടിപ്പിക്കുന്നത് എന്നുമാണ് സാധാരണ പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് മറയൂരിലെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ബാബു തോമസിന്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം ഇതിനോടകം തന്നെ പാർട്ടി ഈ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി മെമ്പർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 1000-ഓളം ആളുകൾ ഈ ദേവികുളം മണ്ഡലത്തിൽ നിന്നും മാത്രം BJP-യിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരാളുടെ പ്രതികരണം മാത്രമാണ്. കൂടുതൽ പ്രതികരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതിലൊക്കെ പറയുന്ന കാര്യം, ഇന്നിപ്പോൾ 6 മണിക്ക് ഈ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയാണെന്ന് പറയുന്നു. 8 മണിയോടുകൂടി പുതിയ ആളുകൾ ചുമതലയേൽക്കുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ആളുകളുടെ വികാരം മനസ്സിലാക്കാതെയാണ് ഈ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നത്. ഇതൊരു രീതിയിലും അംഗീകരിക്കാനാകില്ല. നിലവിലെ ജില്ലാ പ്രസിഡന്റിനോ സംസ്ഥാന അധ്യക്ഷനോ നിലവിൽ BJP ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നും പ്രവർത്തകർ പറയുന്നുണ്ട്. എന്താണെങ്കിലും എസ് രാജേന്ദ്രന്റെ വരവ് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് BJP പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിപരീതമായാണ് ദേവികുളം മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ, ഓക്കെ, രാജേന്ദ്രൻ വരുമ്പോൾ വലിയൊരു ഇളക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതാണോ ആ ഇളക്കം? ചില നേതാക്കളൊക്കെ ഇളകിയിട്ടുണ്ട്. ഇളകി തെറിച്ച് ചില നേതാക്കൾ പോയിട്ടുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം.